ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2020 തൊടുവരകൾ ടാൻജൻസ്, നമ്മുടെ 7ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ പോയിന്റ് P at a distance 6 cm from the center of the circle. Draw a tangents from P to the circle. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. Pയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. കഴിഞ്ഞ വർഷത്തിലും ഇതേ ചോദ്യം, സെയിം മെഷർമെന്റ്, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരു 6 സെന്റിമീറ്റർ അകലെ ഒരു ലൈൻ, ഒരു പോയിന്റ്, അപ്പോൾ 6 സെന്റിമീറ്റർ നമുക്ക് വരക്കാം. ഇനി ഈ വരച്ച വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരക്കണം. 6ന്റെ പകുതി 3 നമുക്കറിയാം. നമ്മളത് പ്രൊസീജിയർ അനുസരിച്ച് പോവുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുകയാണ് കേട്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബ സമഭാജികൾ വരക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി സെൻറ്ററിൽ കുത്തുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലൈനുകൾ വരയ്ക്കുക. ആൻഡ് ദാറ്റ് ഈസ് അവർ ടാൻജൻസ്. അതാണ് നമ്മളുടെ തൊടുവര അഥവാ ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരക്കുന്ന തൊടുവരകൾ എന്നുള്ള ആ വരക്കുന്ന കൺസെപ്റ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ O is the center of both circle AB and AC. AB and AC touches the small circle at P and Q. A, B and C are points on the large circle. ചിത്രത്തിൽ O രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രമാണ്. എ ബി എ സി എന്നിവ ചെറിയ വൃത്തത്തെ പി ക്യു എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എ ബി സി ഇവ വലിയ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇഫ് എ പി ഈക്വൽ ടു 5, then what is the length of എ ക്യു? എ പി 5 സെന്റിമീറ്റർ ആയാൽ എ ക്യുവിന്റെ നീളം എന്ത്? പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു എ സി. എ ബി ഈക്വൽ ടു എ സി എന്ന് തെളിയിക്കുക. If AP equal to 5 and angle A equal to 90, then what is the radius of the small circle? AP 5 സെന്റിമീറ്ററും ആംഗിൾ A 90 ഡിഗ്രിയും ആയാൽ ചെറിയ വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം, എ പി ഈക്വൽ ടു 5 ആയാൽ എ ക്യു എത്രയാണെന്നാണ്. എ പി 5 ആയാൽ എ ക്യുവും 5 ആയിരിക്കും. കാരണം എന്താ, ഇത് രണ്ടും വൃത്തത്തിന്റെ, അതായത് ഉള്ളിലുള്ള വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും. അപ്പോൾ എ പി 5 ആണെന്നുണ്ടെങ്കിൽ എ ക്യുവും എത്രയാണ്? 5 ആണ്. ഇനി എ ബി ഈക്വൽ ടു എ സിയും തെളിയിക്കണം. നോക്കിയേ, അതിൽ എ ബി എന്ന് പറയുന്നത് എ പി ഈക്വൽ ടു എ ക്യു ആണ്. അത് നമുക്ക് ഒന്നാമത്തെ ഇതിൽ നിന്ന് കിട്ടി. എ പി 5 ആണ്, എ ക്യു 5 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി എ ബി ഇസ് ദ കോഡ് ഓഫ് ദ ഔട്ടർ സർക്കിൾ. എ ബി എന്ന് പറയുന്നത് പുറത്തെ വൃത്തത്തിലെ കോഡാണ്, ആണല്ലോ അല്ലെ? എ ബി എന്ന് പറയുന്നത് പുറത്തെ വൃത്തത്തിലെ ഒരു ഞാനാണ്. വൃത്തത്തിലെ 2 പോയിന്റുകളാണ് എ ബി, അത് യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ O എന്ന് പറയുന്ന സെന്ററിൽ നിന്നും പിയിലേക്ക് ഞാനൊരു ലൈന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, O എന്ന് പറയുന്ന സെന്ററിൽ നിന്നും പിയിലേക്ക് ഞാനൊരു ലൈന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, എ ബി എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിന്റെ തൊടുവര കൂടിയാണ്. റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഒ പി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, കാരണം എന്താ,
എ ബി എന്ന് പറയുന്നത് ഉള്ളിലെ വൃത്തത്തിന്റെ തൊടുവരയും പുറത്തെ വൃത്തത്തിലെ ഞാണുമാണ്. തൊടുവരയും ആരവും തമ്മിലുള്ള കോൺ എത്രയാണ്? 90. ഇനി നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട് ദ കോഡ്. എ ബി എന്ന് പറയുന്ന വൃത്തത്തിലെ ഒരു ഞാണാണ്. ഒ പി എ ബിക്ക് ലംബവുമാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു തിയറി പഠിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പി ഈക്വൽ ടു എന്തായിരിക്കും? പി ബി ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എ ക്യു ഈക്വൽ ടു ക്യു സി എന്നും കിട്ടും. കാരണം എ സി എന്ന് പറയുന്നത് പുറത്തെ വൃത്തത്തിലെ ഞാണാണ്. അത് ചെറിയ വൃത്തത്തിന്റെ തൊടുവരയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പൊ എ ക്യൂയും ക്യു സിയും തുല്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിയാ എ പി എന്ന് പറയുന്നത് എ ക്യൂവിന് തുല്യമാണ്. എ ക്യു എന്ന് പറയുന്നത് ക്യു സിക്ക് തുല്യമാണ്. എ പി എന്ന് പറയുന്നത് പി ബിക്ക് തുല്യമാണ്. ഈ 1ഉം 2ഉം 3ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത്തുകളൊക്കെ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, എ പി ഈക്വൽ ടു എ ക്യു ഈക്വൽ ടു ക്യു സി ഈക്വൽ ടു പി ബി. ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തുകൾ ഒരേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കൂലേ? അപ്പൊ എ ബി ഈക്വൽ ടു എന്ത് കിട്ടും? എ സി കിട്ടും. എ പിയും എ ക്യൂയും തുല്യമാണ്. അതിലേക്ക് പി ബിയും ക്യു സിയും കൂടി ആഡ് ചെയ്ത് അതും ഈക്വൽ അല്ലേ? അപ്പൊ എ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ സി ആയിരിക്കും. ഇനി എ പി 5ഉം എ പി 5ഉം ഈ ആംഗിൾ 90 ആണെന്നുണ്ടെങ്കിൽ വൃത്തത്തിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ ഇവിടുന്ന് ഓരോ റേഡിയസുകൾ വരക്കുക കേട്ടോ, നോക്കിക്കോ. ഇത് 90, റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോണ്. ഇതും 90, റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോണ്. ഇതൊരു എ പി ഒ ക്യു എന്ന് പറയുന്ന ഒരു ചതുർഭുജായില്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പോഴല്ലേ 360 തരാം. അപ്പൊ എല്ലാ കോണും തുല്യമായി. ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ? 5. അഡ്ജസൻ സൈഡ് ഈക്വൽ ആയി. അപ്പൊ എന്താണ്? സ്ക്വയർ ആണ്. ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ റേഡിയസ് എത്രയാ? 5. കണ്ടോ? ഓക്കെ, അപ്പൊ റേഡിയസ് എത്രയാ? എ പി ഈക്വൽ ടു എ ക്യു ഈക്വൽ ടു 5 കിട്ടും. അതേപോലെ തന്നെ ഈ കോണുകൾ നമുക്ക് 90 ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ തിയറി എന്താ? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് റേഡിയസ്. അപ്പോൾ എ പി ഒ ക്യു ഈസ് എ സ്ക്വയർ, ഒരു സമചതുരാണ്. അപ്പോൾ റേഡിയസ് നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റേഡിയസ് എത്രയാ? 5 എന്ന് കിട്ടി. അടുത്ത് in triangle ABC, AB equal to 5 cm, angle A equal to 65 degree, angle B equal to 55 degree. Draw a triangle ABC and draw the incircle. Measure the radius of the incircle. ABC എന്ന ത്രികോണത്തിൽ AB 5 സെന്റിമീറ്ററും ആംഗിൾ A 65ഉം ആംഗിൾ B 55 ആയിട്ട് ത്രികോണം വരച്ചിട്ട് അന്തർവൃത്തം വരക്കണം. എന്നിട്ട് അന്തർവൃത്ത ആരം അളന്നെഴുതണം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. അപ്പം നമുക്ക് തന്നിട്ടുള്ള റേഡിയസ് പ്രകാരം ആദ്യം നമുക്ക് സർക്കിൾ വരക്കാം. ട്രയാങ്കിൾ വരക്കാം. റേഡിയസ് ഇൻസർക്കിൾ അല്ല വരക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള സെന്റിമീറ്ററിൽ നമ്മൾ ലെങ്ത് വരച്ചു, എ ബി വരച്ചു. ഈ ആംഗിൾ എയും തന്നിട്ടുണ്ട്, ആംഗിൾ ബിയും തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നാണ്. ഈ രണ്ട് കോണുകൾ ഞാൻ മാർക്ക് ചെയ്ത് വരക്കുകയാണ് കേട്ടോ. ആംഗിൾ എ 65 ഡിഗ്രിയും വരച്ചു. ഇനി നമുക്ക് ആംഗിൾ ബി വരക്കാം. ആംഗിൾ ബി 55ആണ്. 55 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് വരക്കുമ്പോൾ ഇതാണല്ലോ, നമുക്ക് ഇനി വരക്കാം കേട്ടോ. ബിയിൽ നിന്നും ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ വരക്കുകയാണ്. സ്കെയിൽ വെച്ചിട്ട് അതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിക്കുമ്പോൾ നേരെ ആ പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ആ പോയിന്റ് എന്നിട്ട് ടച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇൻസർക്കിൾ വരക്കാൻ പോവാണ് കേട്ടോ. അന്തർവൃത്തം വരക്കാൻ പോവാണ്. 3 മൂലയിലും നമുക്ക് ഓരോ ചാപങ്ങൾ വരക്കാം, ചെറിയ ചാപങ്ങൾ വരക്കാം. എയുടെ അവിടെ വരച്ചു. അടുത്ത് നമുക്ക് ബിയുടെ അവിടെ വരക്കാം. ഇനി സിയുടെ അവിടെയും വരക്കാം നമുക്കൊന്ന് കേട്ടോ. 3 മൂലയിലും ഓരോ ചാപങ്ങൾ നമ്മൾ വരച്ചു. കോണിൽ സെൻറ്റർ ആക്കിയിട്ട് കോണിൽ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആ ലൈനുകളെ സൈഡുകളെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഓരോ കോണിൻ്റെയും ആംഗിൾ ബൈസെക്ടർ വരക്കണം. ആ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് ആ കോമ്പസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഓക്കെ, ഇനി അവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അതിന് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് സ്ക്രീനിൽ നോക്കുക കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ആ ആർക്കിനെ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ കട്ട് ചെയ്ത പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുക കേട്ടോ, നമ്മുടെ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും. ഇതാണ് ആംഗിൾ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ മറ്റ് രണ്ട് കോണിൻ്റെയും സമഭാജികൾ വരക്കാം. രണ്ടാമത്തും വരച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ വരക്കാം. ഇപ്പോൾ ഈ മൂന്ന് കോണിൻ്റെ സമഭാജികളും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, നമുക്ക് താഴത്തെ സൈഡിലേക്കുള്ള ലെങ്ത് മെഷർ ചെയ്യാം. എന്നിട്ടൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിൾ 3 പോയിന്റിൽ, അത് 3 സൈഡിനെയും ടച്ച് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരക്കുന്നത്. കണ്ടോ, 3 സൈഡിനെയും ടച്ച് ചെയ്ത് വരക്കും. ഇതിനെയാണ് നമ്മൾ ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ലെങ്ത് നമ്മൾ കോമ്പസിൽ അളന്നാൽ മതി. കോമ്പസിലുള്ള ഈ ലെങ്ത്തിനെ നമ്മൾ സ്കെയിലിൽ അളന്നാൽ മതി. അപ്പോൾ നമുക്ക് നമ്മളുടെ റേഡിയസ് കിട്ടും. ഇനി സ്കെയിൽ വെച്ചിട്ട് നമുക്കത് അളന്ന് നോക്കാം. റേഡിയസ് അളന്ന് ചെയ്താൽ പറഞ്ഞിട്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമ്പസിൻ്റെ ആ മെഷർമെൻറ്റ് നമ്മൾ സ്കെയിലിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ സ്കെയിൽ സെൻറ്ററിൽ നിന്ന് എത്ര ഉണ്ട് നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് ഇൻ സർക്കിളിൻ്റെ റേഡിയസും കിട്ടും. 0 വെക്കുക, 1 പോയിൻറ്റ് സംതിങ് അല്ലേ, കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയാൽ മതി. നമുക്ക് 1.4 വരും. .4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 1.4 സെൻറ്റിമീറ്റർ, അതാണ് അന്തർവൃത്തത്തിൻ്റെ ആരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ ലാർജ് സർക്കിൾ, സെൻറ്റർ ഓഫ് സ്മോൾ സർക്കിൾ ഈസ് C, OP is the tangent to the small circle, angle BOQ equal to 50 degree. ചിത്രത്തിൽ O വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ്, ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ് C. ചെറിയ വൃത്തത്തിന്റെ ഒരു തൊടുവരയാണ് OP. കൂടാതെ ആംഗിൾ BOQ 50 ഡിഗ്രി. ഈ കാണുന്ന ഓരോ കോണുകൾ കാണാനാണ്. ആദ്യം നമുക്ക് OAQ കാണാം. ഈ ആംഗിൾ ഓക്കെ, ബി ക്യൂവിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് 50. ബിന്നും ക്യൂന്നും അല്ലെ എയിലേക്ക് പോകണം. നോക്കി, എല്ലായിടത്തും എയിലോട്ട് പോകുന്നുണ്ട്, ബിന്നും ക്യൂന്നും പോകണില്ലേ. അപ്പം സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. അപ്പം ആംഗിൾ എ എത്രയാണ്? 25. ഓക്കെ, അടുത്ത OCP, ഈ ആംഗിൾ. അതിന് നമ്മൾ ഈ സെൻറ്റർ, ഈ സർക്കിൾ, ചെറിയ സർക്കിൾ എടുക്കുക കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ മാർക്ക് ചെയ്ത് റെഡ് പോയിന്റ് എന്നും പി എന്നും സർക്കിളിലേക്ക് പോകുന്ന ആംഗിൾ എത്രയാണ്? 25 ആണ്. അപ്പം സെൻറ്ററിൽ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, സർക്കിളിൽ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് സെൻറ്ററിൽ വരിക. സെൻറ്ററിൽ എത്രയാണോ അതിൻ്റെ പകുതിയാണ് സർക്കിളിൽ വരിക. ഓക്കെ, ഇനി അടുത്ത ആരാ? APO. ഈ ആംഗിൾ അല്ലേ, APO. അതിന് CPO എന്ന് പറയുന്നത് 90 കാരണം CP റേഡിയസ് ആണ്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള കോണ് 90. ഇനി ഇവിടെ 25. ആംഗിൾ A 25 ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ APCയും എന്തായിരിക്കും? 25 ആയിരിക്കും. കാരണം CPയും AC-യും ആരങ്ങളാണ്. അപ്പോൾ ആംഗിൾ APCയും 25 ആവും. അപ്പോൾ 90 25 കൂട്ടിയാൽ മതി. ഓക്കെ, APC 25 കിട്ടും, പിന്നെ CPO 90 കിട്ടും. അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് APO കിട്ടും. അപ്പം 115. ഓക്കെ, അപ്പം 115 കിട്ടും. ഇവിടെ A 25 ആവുമ്പോൾ APCയും 25 ആവും, കാരണം ഇത് രണ്ടും റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ CPO എന്ന് പറയുന്നത് റേഡിയസും ടാൻജൻറ്റും ആണ്, അത് 90. അപ്പോൾ 90 25 കൂട്ടുമ്പോൾ 115. API. ഇനി POQ കാണണം അല്ലേ, എവിടെ POQ? ഈ ആംഗിൾ. ഓക്കെ, ഇവിടെ 115 കിട്ടി, ഇവിടെ 25 കിട്ടി. അപ്പം ഇനി ഈ കോണ് കാണാമല്ലോ, AOP.
ഓക്കെ. COP അല്ലെങ്കിൽ AOP, COP ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 180 50 90. ഓക്കെ, ഞാൻ വേറെ ആംഗിളാണ് എഴുതി വെച്ചിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇതാ ഈ ആംഗിൾ എടുത്തു, ഈ ത്രികോണം ഏത് PCO എന്ന് പറയുന്ന ത്രികോണം, PCO, ഇത് 50, ഇത് 90. 50ഉം 90ഉം മൈനസ് ചെയ്താൽ നമുക്ക് 180 മൈനസ് ചെയ്താൽ നമുക്കത് കിട്ടും. 50ഉം 90ഉം 140, അപ്പം 40 കിട്ടും. ഇനി APO എന്ന് പറയുന്ന ത്രികോണം നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ 25 വരും, ഇവിടെ എത്രയാ 25 വരും, ഇവിടെ 115 വരും. അപ്പം 115ഉം 25ഉം കൂട്ടിയാൽ 5 5 10 0, ശിഷ്ടം 1 2 1 3 1 4 കണ്ടോ, 140 തന്നെയാണ് അതും കിട്ടുക. ഓക്കെ, അപ്പോൾ ഏത് ത്രികോണമാണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം 140 കിട്ടും. 180 140 പോയാലോ ബാക്കി 40 ഉണ്ടാവും. അതായത് CPO 40 ആണ്, അഥവാ CPO അല്ല COP, ഈ ആംഗിൾ COP. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഇവിടെ 50, ഇവിടെ 40, അപ്പം എത്രയായി 90ആയി. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ട് 90. ഓക്കെ, അപ്പോൾ POQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 50 40 കൂട്ടി മൈനസ് ചെയ്താൽ മതി. 180 90 പോയാൽ 90. ഓക്കെ അല്ലേ? അപ്പം എല്ലാ കോണും കിട്ടിയില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സക്സസ്ഫുൾ എക്സാമിനേഷൻ. നന്നായിട്ട് പഠിച്ച് ചെയ്തോ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.